This call is now being. Bismillah, walhamdulillah, salatu wassalamu ala rasulillah, wa ala alihi wa sahbihi ajma'in, amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Rabbi zidna ilman nafi'a. സത്യം പറഞ്ഞാല് അൽഹംദുലില്ലാ, എനിക്ക് ഇത്രയും നേരം സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ചുമ ഒന്നും വരാണ്ട് എനിക്ക് സംസാരിക്കാൻ അള്ളാഹ് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാ. സത്യം ഈ ഒരു കാര്യത്തിന് ഞാൻ അള്ളാഹിനോട് സഹായം തേടിക്കൊണ്ടേയിരിക്കുന്നുണ്ടേ. അൽഹംദുലില്ലാ. പിന്നെ അള്ളാഹ് അത്ര അല്ലെ മഹാനാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമ്മള് 110 ആയത്തുകളാണ് സൂറത്ത് ആൽ ഇമ്രാൻ എടുത്തത്. 111-ാമത്തെ ആയത്ത് നമുക്ക് എടുക്കാനുണ്ട് അല്ലെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لن يضروكم إلا أذى وإن يقاتلوكم يولوكم الأدبار ثم لا ينصرون. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു നിർത്തിയ ആയതെന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും ഉത്തമ സമുദായമാണെന്നുള്ളതാണ് അല്ലെ. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടിയിട്ട് പിന്നെ കൊണ്ടുവരപ്പെട്ട ഏറ്റവും ഉത്തമമായ സമുദായമാണ് നിങ്ങൾ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന അല്ലെ, അള്ളാഹു വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു തആല അഹ്ലുൽ കിതാബിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. അഹ്ലുൽ കിതാബിന്റെ കാര്യം പറയുന്നുണ്ട് അവിടെ. അതായത് അവര് പിന്നെ വിശ്വസിച്ചിരുന്നെങ്കിൽ അത് അവർക്ക് നല്ലതായിരുന്നു അല്ലെ. അവരുടെ കൂട്ടത്തിൽ വിശ്വാസമുള്ള ആളുകളുണ്ട്, എന്നാ വിശ്വസിക്കാത്ത കുറെ ധിക്കാരികളും ഉണ്ട് എന്ന് അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് അള്ളാഹു തആല അടുത്ത ആയത്തിൽ എന്താ പറയുന്നത് വെച്ചാല് ലൻ യദുറൂക്കും, അതായത് അവർ നിങ്ങൾക്ക് ഒരു ഉപദ്രവം വരുത്തുകയേ ഇല്ല. ലൻ യദുറൂക്കും, അവര് നിങ്ങൾക്ക് ഒരു ഉപദ്രവവും വരുത്തൂല. ഇല്ല അതൻ, ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടല്ലാതെ, ഒരു കുഞ്ഞു ശല്യമല്ലാതെ, ഒരു ചെറിയൊരു സൗര്യക്കേട്. വഇൻ യുഖാതിലൂക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നെങ്കിലോ യുവല്ലൂക്കുമുൽ അദ്ബാർ, അവർ നിങ്ങൾക്ക് അതായത് പിന്നെ അവർ പിന്തിരിഞ്ഞു പോകുന്ന പറയുന്നു. അവർ പിന്തിരിഞ്ഞു ഓടുന്നതാണ്. യുവല്ലൂക്കുമുൽ അദ്ബാർ തുമ്മ ലാ യുൻസറൂൻ, പിന്നീട് അവർക്ക് സഹായം ലഭിക്കൂല. വെച്ചാല് അവര് പിന്നെ നിങ്ങള് പിന്നെ ഈ വേദക്കാരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം വരുത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തന്നെ എന്തെങ്കിലും ചെറിയ ഉപദ്രവം ചെയ്യാന്നല്ലാതെ, എന്തെങ്കിലും സൗര്യക്കേട് ഉണ്ടാക്കാന്നല്ലാണ്ട് അങ്ങനെ വലിയ ഇതൊന്നും അവർക്ക് കഴിയൂല എന്നുള്ളതാണ് അല്ലാഹു തആല പറയുന്നത്. അവര് നിങ്ങളുടെ അടുത്ത് യുദ്ധത്തിൽ ഏർപ്പെട്ടാലും അവര് പിന്തിരിഞ്ഞു ഓടുന്ന പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതാണ് ഈ വേദക്കാരുടെ അവസ്ഥ. അവർക്ക് അള്ളാന്റെ സഹായം ഉണ്ടാവൂല. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളെ വിശ്വാസം നമ്മൾ കറക്റ്റ് ആകണം അല്ലെ. നമ്മൾ ഇസ്ലാം ആകണം, നമ്മൾ മുസ്ലിം ആകണം. നമ്മള് യഥാർത്ഥ തൗഹീദുള്ള വിശ്വാസികളാണെങ്കിൽ ശരിക്കും അള്ളാഹു തആല നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ലെ, നിങ്ങൾക്ക് അള്ളാഹു ഭൂമിയിൽ പ്രാതിനിധ്യം നൽകുമെന്നുള്ളത്. പക്ഷെ പലപ്പോഴും ഇന്നത്തെ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്നത് പിന്നെ തെറ്റായ അല്ലെ പല വിശ്വാസങ്ങളും കലർന്നുകൊണ്ട് വേദക്കാരെക്കാളും എന്ന് പറഞ്ഞ പോലെ അധപ്പതിച്ച ഒരു വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ശരിക്കും നമ്മളിപ്പം ഷിർക്കിനെ കുറിച്ചും ബിദ്അത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ അതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാണ്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയന്റെ യുഗത്തില് സോഷ്യൽ മീഡിയ വഴിയാണ് എന്താക്കുന്നത്, ഷിർക്ക് പ്രചരിപ്പിക്കുന്നത്. വൻതോതില് ഭയങ്കര വ്യാപകമായിട്ട് ഷിർക്കൻ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ ഒരു സഹോദരി സംശയം ചോദിച്ചില്ലേ, പിന്നെ നിങ്ങളുടെ ഈ ഗ്രൂപ്പ് അങ്ങനെയുള്ളതാണോ എന്നുള്ള രീതിയിൽ. സത്യത്തില് ഇങ്ങനെ ഓരോന്ന് തുടങ്ങും, ഖുർആൻ പഠനം, തജ്വീദ് പഠനം, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പ്. പിന്നെ പോകുമ്പോഴാണ് അവരെ
കുറെ ശിർക്കൻ വിശ്വാസങ്ങൾ അവരെ ആൾക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാകാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടാമീ അല്ലെ. യൂട്യൂബ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും എല്ലാം എന്താകുന്നുണ്ട്, ശിർക്ക് വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അപ്പം പിന്നെ നമ്മളെ വിശ്വാസം നമ്മൾ എന്താക്കണം, ആദ്യം കറക്റ്റ് ആക്കണം. അപ്പൊ നമ്മൾ അതിന് അള്ളാഹിനോട് എപ്പോഴും ദുആ ചെയ്യണം, അള്ളാഹു നൽകിയ ഹിദായത്തിൽ അറിയുറച്ച് നിൽക്കാൻ. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അള്ളാഹിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടൂലേ. ഹിദായത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖിന് വേണ്ടിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഈ പറഞ്ഞ ആളുകളെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിലും കൂടി അതൊന്നും എന്തല്ല, വലിയ ഉപദ്രവമൊന്നും ഉണ്ടാവൂല എന്നുള്ളതാണ് അള്ളാഹു തആല നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. മാത്രമല്ല ദുരിബത്ത് അലൈഹിം അല്ലെ, അവരുടെ മേല് അള്ളാഹു തആല എന്താണ് ആക്കും, എന്ത് അതില്ല നിന്യത. ഐനമാ സുഖിഫു, ഇനി പിന്നെ അവര്, അതായത് അവരുടെ അവസ്ഥ പറയുന്ന അല്ലാഹു തആല അവരെ എവിടെ കാണപ്പെട്ടാലും ഇല്ലാ ബിഹബിലി മിനല്ലാഹി വഹബിലി മിനന്നാസ്, അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഒരു പിടികയറോ ജനങ്ങളിൽ നിന്നുള്ള ഒരു പിടികയറോ മുഖേനയല്ലാതെ അവർക്ക് എന്താവില്ല, അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കൂല. അവരാണെങ്കിലോ അവർ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായ ആളുകളാണ്. അല്ലെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മള് ഫാത്തിഹ ഓതുമ്പോ ഗൈറിൽ മഗ്ദൂബി അലൈഹിം പറയുന്നില്ലേ, അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായവരിൽ നമ്മളെ പെടുത്തല്ലേ എന്നുള്ള. അപ്പൊ ഈ വേദക്കാര് അവർ അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായവരാണ് അല്ലെ, അവർ അള്ളാഹുവിൽ നിന്നുള്ള കോപത്തിന് ഇരയായവരാണ്. അലൈഹിമുൽ മസ്കന, അവരുടെ മേൽ അധമത്വം അടിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്തു അല്ലെ. ദാലിക, അത് എന്ത് കാരണത്താലാണ്? ദാലിക ബിഅന്നഹും കാനൂ യക്ഫുറൂന ബിആയാത്തില്ലാ, അവർ അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിച്ചു, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളഞ്ഞതിന്റെ പേരിലാണ്. മാത്രല്ല അവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ കൊലപ്പെടുത്തി അല്ലെ, ബിഗൈരി ഹഖ്, യാതൊരു പിന്നെ ന്യായവുമില്ലാതെ അന്യായമായിട്ട്. ഈ വിഷയങ്ങളൊക്കെ നമ്മള് സൂറത്തുൽ ബഖറയിൽ വിശദമായിട്ട് വന്നതാണ്. അതുപോലെ ഈ ആല ഇമ്രാനിൽ തന്നെ കുറച്ചു മുമ്പ് എടുത്ത ആയത്തുകളിലൊക്കെ ഈ വിഷയം അല്ലെ വന്നിട്ടുണ്ട്. അതായത് അവർ അനുസരണക്കേട് കാണിച്ച, അക്രമം പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ അള്ളാഹുവിന്റെ കോപത്തിന് അവര് ഇരയായത്. സുബ്ഹാനല്ലാഹ്, അവരുടെ മേൽ അള്ളാഹുവിന്റെ നിന്യത അല്ലെ, അധമത്വം അങ്ങേയറ്റം അടിച്ചേൽപ്പിക്കപ്പെടാനൊക്കെ കാരണമായത് ഈ ബനൂ ഇസ്രായേലിന്റെ അതിരുവിട്ട പിന്നെ അതിക്രമത്തിന്റെ ഫലമായിട്ടാണ് ഇതൊക്കെ അവർക്ക് അനുഭവിച്ചതെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താക്കിയിട്ട് അള്ളാഹു തആല നമ്മളെ സെലക്ട് ചെയ്തില്ലേ. അൽഹംദുലില്ലാഹ്, ഏറ്റവും ഉത്തമ സമുദായം അല്ലെ, മറ്റേത് സമുദായങ്ങളിലും വെച്ച് ഏറ്റവും ഉത്തമമായ സമുദായം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് എന്ന് പറഞ്ഞത് അത് നമുക്കുള്ള ഒരു അംഗീകാരം അല്ലെ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ നമ്മള് ആ ഉത്തമരിൽ പെടണം അല്ലെ. അങ്ങനെ അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നില്ലെന്ന് അള്ളാഹുവിനോട് നമ്മളെപ്പോഴും കാവൽ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ ആ വേദക്കാരായ ആളുകളും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവരും എന്താകുമായിരുന്നു, ഉത്തമ സമുദായം ആകുമായിരുന്നു അല്ലെ. പക്ഷെ അവരങ്ങനെ ആയില്ല അല്ലെ. അത് കാരണത്താൽ അവര് അള്ളാഹുവിന്റെ നിന്യതക്കും പിന്നെ കോപത്തിനും ഒക്കെ അവരെന്തായി, അതിനുള്ള ഇരയായി മാറിയല്ലേ അവര്. അപ്പം നമ്മള് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ സൂറത്തിന്റെ വിശദീകരണം, സൂറത്ത് ആല ഇമ്രാന്റെ വിശദീകരണം, അതുപോലെ സൂറത്തുൽ ബഖറയിലെ 61-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിലും പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയാല് ഈ പിന്നെ ജൂത ക്രിസ്ത്യാനികൾ, അതായത് യഹൂദികളെയും നസാറാക്കളെയും കുറിച്ചിട്ടുള്ള പിന്നെ മൊത്തത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
പിന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ മുന്നേ വിശദീകരിച്ച കൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുമുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ ഇത്രയും സമയം നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു നിൽക്കാൻ തന്നെ കിട്ടിയത് അള്ളാന്റെ വലിയ തൗഫീഖാണ്. ഇപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് പിന്നെ അവർക്ക് അങ്ങേയറ്റത്തെ നിന്ദതയും പിന്നെ അള്ളാഹുവിന്റെ ഇതൊക്കെ വന്നത് കോപത്തിനൊക്കെ എറിയാൻ കാരണം എന്ന് പറഞ്ഞാല് പിന്നെ അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് അള്ളാഹുവിന്റെ ആയത്തുകളെ കളവാക്കി വിശ്വസിക്കാതെ പിന്നെ ജീവിച്ചതിന്റെ അനന്തരഫലമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. ഇപ്പം പിന്നെ അവർക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ എന്താണ് അള്ളാഹിന്റെ അടുത്തുനിന്നോ മനുഷ്യന്മാരുടെ കയ്യിൽ നിന്നോ എന്തെങ്കിലും ഒരു പിടുത്തം അല്ലെ, അല്ലാതെ ഇല്ലാ ബിഹബിലിൻ മിനല്ലാഹി വഹബിലിൻ മിനന്നാസ് അത് കിട്ടിയെങ്കിലല്ലാതെ അവർക്ക് ആ നിന്ദതയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കൂല. അതായത് ഒന്നുകിൽ വിശ്വാസം സ്വീകരിക്കുക, അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായിട്ട് സഖ്യത്തിലോ സന്ധിയിലോ ഏർപ്പെടുക എന്നുള്ളത് അല്ലെ. അപ്പൊ അപ്പം അവര് പിന്നെ ചെയ്ത കുറെ ധിക്കാരങ്ങളാണ്. അവിശ്വാസം മാത്രല്ല പ്രവാചകന്മാരെ കൊലപ്പെടുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോ പിന്നെ ഇസ്രായേലൊരു ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ സൂറത്തുൽ ബഖറയിൽ കുറച്ച് അധികം തന്നെ നമ്മളിത് മനസ്സിലാക്കുകയും ചെയ്തല്ലേ. അൽഹംദുലില്ലാ അള്ളാഹു നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരിക്കലും ജൂതന്മാരെ പോലെ നസാറാക്കളെ പോലെ ആകാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا غالي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين وصلى الله على محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.